പെരിയയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകം നടത്തിയത് കഞ്ചാവ് ലഹരിയിലെന്ന് പ്രതികൾ. മൊഴികൾ വിശ്വസിക്കാതെ ചോദ്യം ചെയ്യുന്ന പോലീസിനെ കുഴപ്പിച്ച് പ്രതികൾ ഒരുപോലെ മൊഴി ആവർത്തിക്കുകയാണ്. പ്രതികളുടെ നീക്കം അന്വേഷണത്തിന്റെ ദിശ തിരിച്ചുവിടാനുള്ള ശ്രമമാണെന്നാണ് പോലീസിന്റെ നിഗമനം. പ്രതികൾ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല. പ്രതികളുടെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. ഇരട്ട കൊലപാതകത്തിൽ അറസ്റ്റിലായ CPM മുൻ ലോക്കൽ കമ്മിറ്റി അംഗം A. പീതാംബരനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കൃത്യം നടന്ന സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷമാകും A. പീതാംബരനെ കാഞ്ഞങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുക. മൂര്യനം മഹേഷ് കൊലപാതക കേസിലും പ്രതിയാണ് പീതാംബരൻ. പെരിയയിൽ വിദ്യാ കലാസംഘം ഓഫീസും വീടും കത്തിച്ച കേസിലും പ്രതിയാണ് ഇയാൾ. നേരത്തെ പീതാംബരനെ ആക്രമിച്ചെന്ന കേസിൽ പ്രതികളായിരുന്നു കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷും ശരത്ലാലും. കൃപേഷ് ഉൾപ്പെടെയുള്ളവരെ ക്യാമ്പസിൽ വെച്ച് ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് CPM പ്രവർത്തകർ തമ്മിൽ സംഘർഷം ഉണ്ടായിരുന്നു. ഈ അക്രമത്തിലാണ് പീതാംബരന്റെ കൈക്ക് പരിക്കേറ്റത്. ഇതിലെ വൈര്യമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് സൂചന. സംഘർഷത്തിലെ വൈര്യം മൂലം കണ്ണൂരിലെ ഒരു സംഘത്തിന് കൊട്ടേഷൻ നൽകിയാണ് കൊലപാതകം നടത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം. എന്നാൽ പീതാംബരന് കൃത്യത്തിൽ നേരിട്ട് പങ്കുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. കൊല്ലപ്പെട്ടവർക്കെതിരെ മുൻപ് സമൂഹ മാധ്യമങ്ങൾ വഴി വധഭീഷണി മുഴക്കിയ കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 2 CPM പ്രവർത്തകരെയാണ് പോലീസ് ഇന്നലെ കസ്റ്റഡിയിലെടുത്തത്. ഇവരിൽ അധികവും CPM അനുഭാവികളാണ്. പ്രദേശത്തെ CPM പ്രവർത്തകർക്ക് കൊല്ലപ്പെട്ട യുവാക്കളോട് മുൻ വൈരാഗ്യം ഉണ്ടായിരുന്നുവെന്ന് FIR-ൽ പറയുന്നു. വീടുകളിൽ നിന്നും മാറി നിൽക്കുന്ന ചില CPM നേതാക്കളുടെ പങ്ക് അന്വേഷിക്കുന്നുണ്ട്. അതേസമയം ശരത്തിനെയും കൃപേഷിനെയും CPM നേതാവ് കൊലയാളി സംഘമെന്ന് സംശയിക്കുന്നവർക്ക് കാണിച്ചു കൊടുത്തു എന്ന മൊഴിയുമുണ്ട്. കല്യോട് ക്ഷേത്രത്തിൽ കണ്ണൂർ രജിസ്ട്രേഷൻ നമ്പറുള്ള 2 ജീപ്പുകൾ എത്തിയിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ജീപ്പുകൾ കണ്ടെത്താൻ മംഗലാപുരം കണ്ണൂർ റൂട്ടുകൾ CCTV ക്യാമറ പരിശോധിച്ചു തുടങ്ങി. കൊലയാളി സംഘത്തിന് രക്ഷപ്പെടാൻ കൃത്യമായ വഴി അടക്കമുള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചിരുന്നു. പെരിയ കൊല്ലിയോട് മേഖലയിലെ മൊബൈൽ ടവറുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുന്നു. സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. കൃത്യത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ടെത്താനായി സംഭവ സ്ഥലത്തിന് സമീപമുള്ള പ്രദേശങ്ങളിൽ കാട് വെട്ടിത്തെളിച്ച് കൂടുതൽ തെരച്ചിൽ നടത്തും. കേസിൽ CBI അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. കൃപേഷിനെയും ശരത്ലാലിനെയും ആക്രമിച്ച സ്ഥലത്ത് നിന്ന് ഒരു വടിവാളിന്റെ പിടിയും പോലീസിന് ലഭിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ആയുധം കൃത്യം നടത്തുന്നതിന് സമീപമുള്ള പറമ്പുകളിൽ എവിടെയെങ്കിലും ഉപേക്ഷിച്ചിട്ടുണ്ടാകാം എന്ന സംശയവും അന്വേഷണ സംഘത്തിനുണ്ടായത്. പ്രദേശത്തെ കുറ്റിക്കാടുകളടക്കം മെറ്റൽ ഡിറ്റക്ടർ ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ച് പരിശോധന നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഇതോടെ കാട് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങൾ വെട്ടിത്തെളിച്ച് കൂടുതൽ പരിശോധന നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ ആലോചന. ഇതോടൊപ്പം തന്നെ കൃത്യം നടക്കുന്ന സമയത്ത് പ്രദേശത്തെ വിവിധ ടവറുകളിലെ പരിധിയിൽ നിന്നുണ്ടായ ഫോൺ വിളികളും പോലീസ് വിശദമായി പരിശോധിക്കും. നിലവിൽ 2 DVSPമാരും 4 CIമാരും ജില്ലാ പോലീസ് മേധാവിയുടെ സ്ക്വാഡ് അംഗങ്ങളും ഉൾപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘമാണ് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത്. ആവശ്യമെങ്കിൽ അന്വേഷണ സംഘം വിപുലീകരിക്കാനും പദ്ധതിയുണ്ട്. 2 ദിവസത്തിനകം പ്രതികൾ വലയിലാകും എന്ന ആത്മവിശ്വാസമാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പ്രകടിപ്പിക്കുന്നത്. അതേസമയം പ്രതികളെ ഉടൻ പിടികൂടുന്നില്ല എങ്കിൽ കേസ് CBIക്ക് വിടണമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.